ഖേദകരമാണ്. 57-ലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടങ്ങി വെച്ച യാത്രയുടെ മഹത്തായ ഘട്ടമാണ് ഇത്. കേരളത്തിൻ്റെ യാത്രയുടെ ലക്ഷ്യമെന്താണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ വികസനത്തിൽ ആരാണ് മൗലികമായി പ്രധാനമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇടതുപക്ഷം പാവങ്ങളുടെ പക്ഷമാണ്. പാവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷ വികസനം മുമ്പോട്ട് പോകുമെന്ന് ഇതിനെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കേരളത്തിലെ എല്ലാവരും കേൾക്കെ ലോകത്തോട് പറയുന്നത്, ഇന്ന് മുതൽ കേരളം ദാരിദ്ര്യം ഇല്ലാത്ത സ്വസ്ഥമായിട്ട് മാറിയെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണ് കേരള സ്റ്റോറി. അതാണ് ഇവിടെ വലതുപക്ഷത്തിൻ്റെ RSS BJP ചേർന്നുകൊണ്ട് കല്ലുവേശ ഗുണങ്ങളുമായിട്ട് ഒരു കേരള സ്റ്റോറി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതല്ല കേരള സ്റ്റോറി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് നമുക്കെല്ലാം ചേർന്ന് ഒന്നായി പ്രഖ്യാപിക്കാം. ഈ സർക്കാർ അവതരിപ്പിച്ച കണക്കിലടക്കം പിശകുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കിൽ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ജാഗ്രതയായിരിക്കാം, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഈ രാഷ്ട്രീയ മുതലെടുപ്പാണ്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രഖ്യാപനമൊക്കെ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഗതികെട്ട ഒരു രാഷ്ട്രീയ ഭാഗത്ത് നിന്ന് അതേ പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും അതേപ്പറ്റി പറയാനില്ല. നന്ദി സാർ.